കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ ഓപ്പൺ ഫോറം എന്നൊരു പംക്തിയുണ്ട്. അതിൽ കോഴിക്കോട് മിഠായി തെരുവിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ഒരു തെരുവിന്റെ കഥ. ഓരോ തെരുവിലും ചരിത്ര പുസ്തകങ്ങളിൽ ഇടം നേടാത്ത, അക്കാദമിക വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ചില മനുഷ്യരുണ്ടാകും. പൊതുസമൂഹത്തിൽ നിന്നും തിരസ്കൃതരായവർ, ചിലപ്പോൾ സ്വയം വിട്ടുനിന്നവർ, കലഹിച്ചവർ. അത്തരം ചിലരെ ഓർത്തെടുക്കുകയാണ് മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീകുമാർ നിയതി. ഒരു കാലത്ത് മിഠായി തെരുവിലും പരിസരത്തും കാണാറുണ്ടായിരുന്ന വ്യത്യസ്തരായ ചില മനുഷ്യർ, അവരുടെ കഥ. തിരക്ക് പിടിച്ച ഒരു മിഠായി തെരുവിലൂടെ ഇന്ന് നടക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടും. പക്ഷേ എൻ്റെ കുട്ടിക്കാലം മുതൽ നടന്ന എൻ്റെ മിഠായി തെരുവിന് മിഠായിയേക്കാൾ മധുരവും ഉണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, കരുണയുണ്ടായിരുന്നു. ഞാനിപ്പോഴും ആലോചിക്കുന്നത് മിഠായി തെരുവിലേക്ക് കടന്നു വരുന്ന ഒരു വഴി ഭയങ്കര രസമാണ്. ഇപ്പോഴത്തെ പോലീസ് കമ്മീഷണർ ഓഫീസറുടെ ഓപ്പോസിറ്റ് രണ്ടിടിഞ്ഞ് ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ വന്ന് നേരെ ചെന്ന് മുട്ടുന്നത് അതിഗംഭീരമായ ഹജൂർ കച്ചേരിയായിരുന്നു. നോക്കി നിന്ന് പോകുന്നൊരു കെട്ടിടം. അവിടുന്ന് തിരിഞ്ഞിട്ടാണ് മിഠായി തെരുവിലേക്ക് കടക്കുന്നത്. അവിടെ തൊട്ട് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു വലിയ കെട്ടിടം എന്ന് പറഞ്ഞുകൂടാ, അതൊരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു അന്നത്തെ. അവിടെയായിരുന്നു പിന്നീട് കിഡ്സൺ കോർണർ വന്നു, അത് പൊളിച്ചു. പക്ഷേ ഇതിനേക്കാൾ ഉപരി എനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്നൊരു സാധനം, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന അവരുടെ പതാക ഉയർത്തിയ ഒരു കൊടിമരം കോഴിക്കോട്ടുകാരെ നോക്കി അവിടെ കാവലായി നിൽക്കുന്നുണ്ട്. ആ കൊടിമരം സാക്ഷിയായിട്ടാണ് ഞങ്ങൾ കോഴിക്കോട്ടുകാർ ഈ സാധനങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അതിൻ്റെ മുകളിൽ ഒരു വിളക്ക് വെച്ചിട്ട് മാനാഞ്ചരയ്ക്ക് വെളിച്ചം പകരുന്ന വിളക്കുകാലായി മാറിയിരിക്കുകയാണ്. സന്ധ്യാസമയത്ത് മിഠായി തെരുവിലൂടെ നടക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് അയ്യപ്പൻ പാട്ട് പാടുന്ന ഒരു ഭക്തൻ. രണ്ട് കണ്ണും പൂർണ്ണമായും കാണില്ല. പക്ഷേ ഞാൻ പലപ്പോഴും അവിടെ ഇരുന്ന് എൻ്റെ ഗന്ധം ശ്വസിച്ചിട്ടാണോ എൻ്റെ സംസാരം കേട്ടിട്ടാണോ എന്നറിയില്ല, നീ വന്നോ എന്ന് ചോദിക്കുമായിരുന്നു. ഒരു 10-15 മിനിറ്റ് വാദ്യമനോഹരമായിട്ട് അയ്യപ്പൻ പാട്ട് ഞാൻ കേൾക്കും. ഇത് കഴിഞ്ഞ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നീട് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്ന ഒരു സാധനം വെച്ചാൽ കുട്ടിത്തേവാങ്ക് എന്ന് പറയുന്ന ഒരു ജീവി. അപ്പോൾ ഈ കുട്ടിത്തേവാങ്കിനെ ഈ ബലൂണൊക്കെ കെട്ടുന്ന ഒരു മരത്തിൻ്റെ കൊമ്പ് പോലെ ഒരു 4 എണ്ണൊക്കെ വെച്ചിട്ടുള്ള ഒരു കൊമ്പിൽ ഇങ്ങനെ പിടിച്ച് കുട്ടിത്തേവാങ്കിൻ്റെ രൂപം പോലെ തന്നെയുള്ള ഒരാളിങ്ങനെ നിൽക്കും, കൂർത്ത മുഖവും ഉണ്ട കണ്ണുമായിട്ട്. അപ്പോൾ ഈ കുട്ടിത്തേവാങ്കിൻ്റെ മരുന്ന് സേവിച്ചാൽ നമുക്ക് എല്ലാ രോഗം മാറും എന്ന് പറഞ്ഞിട്ട് ഒരു വിശിഷ്ട വൈദ്യനാണ് ഈ ദേഹം. അപ്പോൾ ഇയാൾ ഇതിനെ കൊന്നിട്ട് അതിൻ്റെ നെയ്യ് ഉപയോഗിച്ചിട്ട് നമ്മളെ രോഗം മാറ്റുകയാണ്. നെയ്യെടുക്കാൻ മാത്രം ഒരു സാധനമില്ല, കാരണം ഒരു എല്ലിൻ്റെ രൂപമാണ് ഈ കുട്ടിത്തേവാങ്കിന്. മഞ്ഞ കണ്ണ് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ വേദനപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിനെ കൊന്നിട്ടുള്ള മരുന്ന് കഴിച്ചിട്ട് നമ്മൾ നന്നാവേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു ദിവസം അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് ഈ കുട്ടിത്തേവാങ്കിനെ ഒന്ന് മേലെ വെച്ച് തരുമെന്ന്. അപ്പോൾ സ്ഥിരം സന്ദർശകനായതിനാലാവാം ഒരു ദിവസം 2 കുട്ടിത്തേവാങ്കിനെ എൻ്റെ 2 തോളത്ത് വെച്ചു. അതൊരു അനൂതി നിറഞ്ഞ നിമിഷമായിരുന്നു. ഇങ്ങനെ തലയിലൊക്കെ തുടർന്ന് ഇങ്ങനെ മേലക്കൂടെ അരിച്ച് നടക്കുന്നു. അതിൻ്റെ മനസ്സിൽ നിന്ന് വരെ പോയിട്ടില്ല. പിന്നെ കാണാവുന്ന ഒരു വലിയൊരു വേഷമുണ്ട് മിഠായി തെരുന്ന്. ഇപ്പോഴത്തെ ഗാന്ധിൻ്റെ ആ വഴി അന്നൊരു ഇടവഴിയായിരുന്നു. അവിടെ ഒരു വലിയ രൂപമുണ്ട്. പരമശിവൻ വേഷമൊക്കെ കെട്ടി എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ ഒരു രൂപവും ഭയങ്കര സൗമ്യമായ കണ്ണും മുഖമായിരുന്നു. ജഡായു, അയാളുടെ പേരെന്നെ ജഡായു എന്നായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ജഡായു ഒരു വലിയ സംഭവമായി. മഞ്ഞിൽ ശിവൻ നിൽക്കുന്ന ഒരു രൂപമൊക്കെ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഓർക്കുമ്പോൾ ആ ഒരു ചിത്രം വരിക. ആളിങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ പുക പോകുന്നു. സംഭവം എന്താ വെച്ചാൽ ഇയാൾ ഭക്ഷണം ഉണ്ടാക്കുക, പാകം ചെയ്യുക. ടയറ് കത്തിച്ചിട്ട് ഒരു കുടത്തിൽ എന്തൊക്കെയോ പച്ചക്കറി എന്തൊക്കെയോ ഇടുന്നു. ഈ ഭക്ഷണമാണ് അതിരുചിയോടെ ഈ മനുഷ്യൻ കഴിക്കുന്നത്.
നമുക്ക് ഒരു പുകയാളി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുട്ട് പോലും നമ്മളെ അമ്മയല്ല ഭാര്യ ഉണ്ടാക്കി തന്നാലും നീക്കി വയ്ക്കും. പക്ഷേ ആ പുകയോട് കൂടിയ, അതും ടയറിൻ്റെ പുകയോട് കൂടിയ ഒരു ഭക്ഷണം കഴിക്കുന്ന ജഡായു മിഠായിത്തരത്തിനെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. മിഠായിത്തരം അതാണ്. മിഠായിത്തരം ആരും ഉൾക്കൊള്ളും. ജഡായുവിനെ പോലെ തന്നെയായിരുന്നു എനിക്ക് കാന്തമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കാന്തമ്മ ഇന്ന് ടാട്ടുവിങ് എന്നൊക്കെ പറയുമെങ്കിലും പച്ചകുത്ത് എന്നുള്ള ഈ രീതിയിൽ ഈ കാന്തമ്മ എന്ന് പറഞ്ഞ കുറുതായ ഒരു തമിഴ് കൾച്ചറുള്ള ഒരു സ്ത്രീ, മുണ്ടും ഒരു ബ്ലൗസും മാത്രമേ ഇട്ടുള്ളൂ. ഭയങ്കര ചിരിയാണ്, ഇടുങ്ങിയ കണ്ണാണ്. അപ്പോൾ എൻ്റെ അമ്മയായിട്ട് ഞാൻ പോകുന്ന സമയത്ത് ഇവരെന്നോട് ശരിക്കും വർത്താനം പറയും. കുറച്ച് വലുതായപ്പോൾ ഞാൻ ഈ കാന്തമ്മയോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് 2-ാം ഗേറ്റിൻ്റെ അടുത്തുള്ള ഒരു കടത്തിണ്ണയിലാണ് അവരുടെ വാസം. അദ്ദേഹത്തിനൊരു കൂട്ടായിട്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ മറ്റുണ്ടായിരുന്ന ഒരു മനുഷ്യനുണ്ട്. ഇപ്പോഴല്ലേ നമുക്ക് ഈ ലിവിങ് ടുഗദറൊക്കെ, അന്നേ ലിവിങ് ടുഗദർ ഉണ്ട്, ആളുകൾ എതിർത്താലും. പക്ഷേ ഈ കാന്തമ്മയുടെ മരണം എന്നെ വല്ലാണ്ട് വൂണ്ട് ചെയ്തു. ഒരു മഹത്തായ റാലി കോഴിക്കോട് നഗരത്തിലൂടെ പോകുമ്പം ഒരു കടയുടെ മുന്നിൽ ഹൃദയാഘാതം മൂലം ഈ സ്ത്രീ മരിക്കുന്നു. ഇപ്പോഴും മുട്ടായിത്തേരുണ്ട മധുരമുണ്ടെങ്കിലും ഇവരെ എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളുടെ പേര് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കർണാടകയിലെ ഉടുപ്പി ഭാഗത്ത് നിന്ന് 12-ാം വയസ്സിൽ ഇറങ്ങി ഓടി ഏതോ രീതിയിൽ കോഴിക്കോടെത്തി കോഴിക്കോട് വാസമുറപ്പിച്ച ഒരാൾ. സിദ്ധാർത്ഥൻ വരാനുള്ളൊരു കാരണം കൂടി ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു മരണം നടന്നു. അമ്മയാണോ അച്ഛനാണോ എന്നുള്ളത് അദ്ദേഹം മറന്നുപോയിരിക്കുന്നു. ഈ മരണ വീട്ടിലെ ഒരു വലിയ ബഹളവും കരച്ചിലും ഒക്കെ അദ്ദേഹത്തിന് സഹിക്കാനായില്ല. അന്ന് അയാൾക്ക് 14 വയസ്സോ 12 വയസ്സോ. അദ്ദേഹം അവിടുന്ന് ഓടി മംഗലാപുരത്തെത്തുന്നു. ഏതോ ഒരു വണ്ടിയിൽ കയറി ഉറങ്ങി കോഴിക്കോട് എത്തിയപ്പോൾ ആരോ പിടിച്ചിറക്കി. ആ ഒരു മനുഷ്യൻ ചുരുങ്ങിയത് ഒരു 34 കൊല്ലം മിഠായിത്തെരുവിലൂടെ നടക്കുകയും കോർട്ട് റോഡ് നടക്കുകയും സെൻട്രൽ മാർക്കറ്റിൽ പോയി ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട്. വെളുത്ത ഒരു ബനിയൻ പോലത്തെ ഒരു ഷർട്ടും ഇട്ട്, ഒന്നും മിണ്ടൂല, ആരോടൊന്നും ചോദിക്കില്ല. ഒരു കുഞ്ഞുണ്ണി മാഷയുടെ രൂപമായിരുന്നു. ഊശാന്താടി ബുൾഗാനി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു താടി മാത്രമേ ഈ മനുഷ്യനുള്ളൂ. ഇയാൾ ആരോടും മിണ്ടില്ല, കൈ യാചിക്കുന്ന കൈകളില്ല, ഇങ്ങനെ നടക്കുക മാത്രം. ഈ മാതൃഭൂമി കെട്ടിടത്തിൻ്റെ തൊട്ട താഴെ, അതിൻ്റെ തൊട്ടടുത്ത് കൂടെ പോയാൽ സെൻട്രൽ മാർക്കറ്റ് എത്തി, അതിൻ്റെ അടുത്ത് പിന്നീടാണ് ഈ ത്രിവേണി ബിൽഡിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇയാളെ കാണും. ഈ മനുഷ്യനോട് ഞാൻ സംസാരിക്കണമെന്ന് തീരുമാനിച്ചു. ഈ സിദ്ധാർത്ഥൻ എന്നുള്ള പേര് ചോദിക്കാൻ തന്നെ ഞാൻ കുറേ കാലം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുണ്ടില്ലേ, വർത്താനം എന്താ പറയാത്ത പറയാൻ ആരോടും ഇല്ലാത്തതിനെ കൊണ്ടാകും. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എവിടെയാണ് കിടക്കണേന്ന്. സെൻട്രൽ മാർക്കറ്റിൻ്റെ അകത്തൊരു വലിയ കിണറുണ്ട്. ഈ കിണറിൽ കമ്പി അടിച്ചതിനെ കൊണ്ട് അതിൻ്റെ താഴേക്ക് വീണ് പോവില്ല. അവിടെയാണ് ഞാൻ കിടക്കാറ്. ഞാൻ ചോദിച്ചു, എന്താ അവിടെ കിടന്ന്? അവിടെ ആരും വരില്ല എന്ന്. കിണറിൻ്റെ മുകളിൽ കമ്പി വേലിയിൽ ആരും വരില്ല എന്ന് മാത്രം ആലോചിക്കാൻ സിദ്ധാർത്ഥന് പറ്റുന്നു. അതിലേറ്റവും വലിയൊരു സംഭവം എന്താ വെച്ചാൽ, അദ്ദേഹത്തിന് നിലാവ് കണ്ടുറങ്ങണം, മേലോട്ട് നോക്കി നിലാവ് കാണുക. അപ്പോൾ 14 ദിവസം കഴിഞ്ഞാൽ പിന്നെ മറ്റേ കറുത്തവായൊക്കെ നിലാവ് എപ്പോഴും അവിടെ ഉണ്ടാകുന്ന അയാൾ. അപ്പോൾ ഈ കറുപ്പിലും നിലാവ് കാണാനുള്ളൊരു മനസ്സ് ഈ മരണ വീട്ടിൽ നിന്ന് ഓടി വന്ന ഒരാൾക്കുണ്ടായി എന്ന് ചോദിക്കാൻ പറ്റുകയും അയാളെ പരിചയപ്പെടാൻ പറ്റുക. ഞാനൊരു വലിയ സിനിമാ നടനെ പരിചയപ്പെടുന്നതിനേക്കാൾ ഒരു വലിയ വില ഞാൻ ആ സിദ്ധാർത്ഥന് കൊടുക്കുന്നുണ്ട്. കാരണം മൗനിയായ സിദ്ധാർത്ഥൻ എന്നോട് സംസാരിക്കുന്നു, അയാളുടെ ഒരു ആഗ്രഹം പറയുന്നു, അയാളുടെ ജീവിതം പറയുന്നു, അയാളുടെ പ്രയാണം പറയുന്നു. മിഠായിത്തെരുവിലൂടെ ഞാനും നടക്കുന്നു, അയാളും നടക്കുന്നു. തിളയ്ക്കുന്ന യൗവനം യുവജന കാലത്ത് ഒരു മണിയേട്ടൻ ഉണ്ടായിരുന്നു കോഴിക്കോട്ട്. അന്നത്തെ യുവജനങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഈ മണിക്ക് ജോലി കറ കളയുന്ന മരുന്ന് വിൽക്കുന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കറമണി എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം അക്കാലത്തെ യുവജന സംഘാടകരോടൊക്കെ വളരെ ആഭിമുഖ്യം പുലർത്തുകയും നമ്മളെപ്പോലുള്ള എല്ലാവരെയും, അവനെ ഒരു 2 കുപ്പി കറ വിറ്റ് കഴിഞ്ഞാൽ ആ കാശുണ്ടെങ്കിൽ വരുന്ന സുഹൃത്തുക്കൾക്ക് വസന്തവാണിന് ചായ മേടിച്ചു കൊടുത്താൽ അവൻ്റെ പൈസ തീരും. അത്രയും സഹൃദയനായ കറമണീനെ മറക്കാൻ പറ്റില്ല. ആ ഒരു യുവജന ശക്തിയുടെ ഒരു പില്ലറായിരുന്നു കറമണി. മിഠായി തെരുവിൻ്റെ കഥ പറഞ്ഞാൽ മാത്രമേ മിഠായിത്തെരുവിൻ്റെ കഥ പൂർത്തിയാവുള്ളൂ.
ഞാനോ വേറൊരാൾ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ശ്രോതാക്കൾ കേട്ടത് മിഠായി തെരുവിലെ മനുഷ്യരെക്കുറിച്ചുള്ള മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീകുമാർ നിയതിയുടെ ഓർമ്മകൾ. നിർവഹണ സഹകരണം ആദിത്യൻ SS. ഒരു തെരുവിന്റെ കഥ. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.